ഇന്നത്തെ ലൈവിൽ ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ രാത്രി സമയം ജിഷിൻ, ആദില, ഷാനവാസ് എന്നിവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ന് നടന്ന ലാലേട്ടന്റെ എപ്പിസോഡിനെ പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ജിസേലിനെ പറ്റിയും പറയുന്നുണ്ട്. ലാലേട്ടൻ വന്ന് ജിസേലിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ജിസേൽ ഫുഡ് ഉണ്ടാക്കി എല്ലാവരെയും മയക്കുകയാണോ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അത് ഹൗസ് മേറ്റ്സിന്റെ ഇടയിൽ തന്നെ ഒരു ചർച്ചയായിട്ടുണ്ട്. അവർക്കെല്ലാം ജിസേലിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് പുള്ളിക്കാരിക്ക് സ്വാധീനിക്കേണ്ട ആളുകളെ പുള്ളിക്കാരി ഭക്ഷണം കൊടുത്ത് വശത്താക്കുകയാണ് ചെയ്യുന്നത്. പല സ്ട്രോങ് പ്ലെയേഴ്സും ജിസൈലിനെതിരെ സംസാരിക്കാൻ മടിക്കുന്നവരാണ്. കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രോങ് എന്ന് തോന്നുന്ന ആളുകൾക്ക് അവർ പല സ്പെഷ്യൽ ഫുഡ്സും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അക്ബർ, ഷാനവാസ്, ഒനിയൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മെയിൽ കണ്ടസ്റ്റൻസിനൊക്കെ തന്നെ ജിസേൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വൈൽഡ് കാർഡായി വന്ന ജിഷിനും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ജിഷിനും അവർ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ ഇത് ജിസേലിന്റെ ഒരു സ്ട്രാറ്റജിയാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇതിൽ ആദിലേക്കും അത് മനസ്സിലായിട്ടുണ്ട്, വ്യക്തമായിട്ടുണ്ട്. അവർ അത് പറയുകയാണ്. എന്നാൽ മറ്റു ഫീമെയിൽ കണ്ടസ്റ്റൻസിന് ഒന്നും തന്നെ നേരത്തെ റെനയ്ക്ക് കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ റെനയ്ക്കും അങ്ങനെ അധികം കൊടുക്കുന്നൊന്നും കാണാനില്ല. മോസ്റ്റ്ലി മെയിൽ കണ്ടസ്റ്റൻസിന് മാത്രമാണ് ജിസേൽ ഇങ്ങനൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസിനും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഷാനവാസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ജിസേൽ ഇങ്ങനെ ഫുഡ് തന്നിട്ട് മയക്കി വെച്ചിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് പലതും ഇൻഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. അതായത് ജിസേൽ ഷാനവാസിനെ യൂസ്ലെസ് എന്ന് വിളിച്ചത് ഷാനവാസിന് നന്നായി കൊണ്ടിട്ടുണ്ട്. അത് അയാൾ പറയുന്നുമുണ്ട്. ഒരു മെയിൽ ഈഗോയുടെ തന്നെ ഒരാൾ തന്നെയാണ് ഷാനവാസ്. അപ്പോൾ ഷാനവാസിനെ അങ്ങനെ പെട്ടെന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുള്ളി അവിടെ തന്നെ ഒരു സ്റ്റാറിന്റെ രൂപത്തിലാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും വിളിക്കുന്നത് പുള്ളിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഷാനവാസും ജിസേലും തമ്മിൽ ചില പള്ളപ്പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചത് മുതൽ ഷാനവാസ് നല്ലൊരു ഡിസ്റ്റൻസ് ജിസേലുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അയാൾ പറയുന്നുണ്ട്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളുമായിട്ട് കൂടെ നിന്നിട്ട് ജിസേൽ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നമ്മൾ അവരുടെ എതിരാവാതിരിക്കാൻ വേണ്ടി അവർ പല രീതിയിലും നമ്മളെ കൂടെ നിർത്തുകയാണ്. അതായത് അവർക്ക് ക്രേസ് ഉള്ള കാര്യങ്ങൾ, കോഫി പൗഡർ അങ്ങനെയുള്ള ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ അവർ എടുത്തു വെക്കും. അത് കൂടുതൽ അവർ എടുത്തു വെച്ചിട്ട് മറ്റുള്ളവർ പുറത്തു പറയാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കും വേണ്ടി കൂടെ അവർ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് ജിസേലിന്റെ സ്ട്രാറ്റജി പബ്ലിക്കായിട്ട് പറയുമെന്ന് ജിസേൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ കേട്ട ആ നിമിഷം മുതൽ ജിസേലിന് ആകെ മൊത്തത്തിൽ ഒരു വെപ്രാളം വന്നിട്ടുണ്ടെന്നാണ് ഇവർ ഡിസ്കഷനിൽ പറയുന്നത്.